ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വാഴക്കൂമ്പ് തോരനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കയ്പുണ്ടെങ്കിൽ മാറാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേച്ച് കുറച്ച് നേരം വെക്കുക. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച പയറാണ് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. പയറും കൂമ്പും കൂടിയിട്ടാണ് തോരൻ വെക്കുന്നത്. അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് റെഡിയാണ്. അത് വെളുത്തുള്ളിയും തേങ്ങായും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ കരിവേപ്പില റെഡിയാണ്. നമുക്ക് കടുക് വറുക്കാം. പാനട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുക് വറുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് തോരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കൂമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂമ്പ് നന്നായി ഇളക്കി പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഒരാവി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയറും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പയർ വേവിച്ചതായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പയറൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നനച്ച് വെച്ച് വേവിക്കാം. നല്ല അടിപൊളിയായിട്ട് തോരന് കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു തോരനാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.